ഞാൻ എന്തായാലും ഒരു 4-5 കഫ്താൻ തയ്ക്കും. ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയി കാണുക. ബിക്കോസ് ഐ വോണ്ട് ടു ടെൽ യു മോർ അബൌട്ട് അജ്രക്. ഒരു 2 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ ഒരു പൊടി കളർ ഫെയ്ഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. സോ ആ ഒരു ടൈമിൽ എനിക്ക് റിയലൈസ് ചെയ്തു അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളത്. ഇതൊക്കെ ഒറിജിനലിൻ്റെ അടയാളങ്ങളാണ്. എല്ലാത്തിനും ഞാൻ ഓരോന്ന് എടുക്കും. ഇനി ആരെന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ എടുക്കും. പ്രീമിയം ഫിനിഷ്, അതിൻ്റെ പ്രിന്റ് ഒന്ന് സൂം ചെയ്തേ. ഫൈനലി ഒരുപാട് ദിവസം ഞാൻ കാത്തിരുന്നിട്ട് നമ്മുടെ അജ്രക് റണ്ണിങ് ഫാബ്രിക്സ് വന്നിരിക്കുകയാണ്. ഞാൻ വീണ്ടും നമ്മുടെ ബാട്ടിക്ക് വന്ന സമയത്ത് പറഞ്ഞതുപോലെ എല്ലാവരോടും പറയുകയാണ്, ഞാൻ എന്തായാലും ഒരു 4-5 കഫ്താൻ തയ്ക്കും. ബിക്കോസ് അതെൻ്റെ ഇപ്പോഴത്തെ ദേശീയ വസ്ത്രമായി മാറിയിരിക്കുകയാണ്. 4-5 അല്ല, എല്ലാ കളേഴ്സിലും ഞാൻ സ്റ്റിച്ച് ചെയ്യും. ഞാൻ ഇട്ടിട്ട് ഇവിടെ നിൽക്കും. അപ്പോൾ നിങ്ങൾ ആരും അന്നേരം പറയരുത് ഈ ഡിസൈൻ ഉണ്ടോ, ഈ പ്രിൻ്റ് ഉണ്ടോ എന്നുള്ളത്. സോ വന്ന് ഉടനെ തന്നെ ഞാൻ ആ പാക്കറ്റ് തുറന്നിട്ടില്ല, അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയി കാണുക. ബിക്കോസ് ഐ വോണ്ട് ടു ടെൽ യു മോർ അബൌട്ട് അജ്രക്. അജ്രക്കിനെ കുറിച്ച് ഞാനൊരു അജ്രക് ലവറാണ്, അജ്രക് ഫാനാണ്. ആൻഡ് ഓൾസോ ഈ ഒരു ഹാൻഡ് ബ്ലോക്ക് ആർട്ടിസൻ ചെയ്യുന്ന ആ വർക്കിനെ ഹെൽപ്പ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. ദാറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് സ്നേഹം മാത്രമല്ല അവരോടുള്ളത്, അറ്റ് ദ സെയിം ടൈം അവർ ചെയ്യുന്ന ആ വർക്കിനോടുള്ള ആ ഒരു എന്താ പറയുക, അവർ ആ ചെയ്യുന്ന ആ ക്രാഫ്റ്റ്മാൻഷിപ്പിനുള്ള ആ ഒരു റെസ്പെക്റ്റ് കൂടിയാണ്. ബിക്കോസ് അത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ എനിക്കിതാ ഇവിടെ ഒന്ന് കാണിച്ചേ സജാസിൻ്റെ ഈ സൈഡ്, ഈ ഒരു സൈഡ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഭയങ്കര ഈ ഗ്ലാസ് ഫുള്ള് ചൂടാണ്, ഭയങ്കര ചൂടാണ്. ആൻഡ് ഞാനിങ്ങനെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് ഡ്രസ്സ് വെയർ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു പണ്ട്. ബട്ട് ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ ചൂടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ വേറൊരു ഹൈലൈറ്റ് കൂടി ഞാൻ പറയട്ടെ. തിരിച്ചോ ഈ നമ്മുടെ മാനിക്യൂൻസ് എല്ലാം ഈ സെയിം ഉടുപ്പിട്ടിട്ട് കുറച്ച് വർഷങ്ങളായി ഇവിടെ നിൽപ്പുണ്ട്. സോ അതിനെക്കുറിച്ചും പറയാനുള്ളതെന്ന് വെച്ചാൽ, ബിക്കോസ് ഈ ഒരു ഹൈ ഹ്യൂമിഡിറ്റി കാരണമാണ് എനിക്ക് ഇവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത്. ബിക്കോസ് ഏത് ഡ്രസ്സ് ഇട്ടാലും കളർ ഫെയ്ഡായി പോവും. അപ്പോൾ അത് നമുക്ക് വലിയൊരു ലോസ് ആണ്. ബട്ട് ഈ ഡ്രസ്സസ് ഇട്ടിട്ട് ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷനാണ്, ഒരു 2 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ ഒരു പൊടി കളർ ഫെയ്ഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. സോ ലെറ്റ് മീ കം ബാക്ക് ടു അജ്രക്. അജ്രക്കിനെ കുറിച്ച് പറയുമ്പോൾ പ്യുവർ. അപ്പം ഈ ഒരു ചൂട് സമയത്ത് ഈ ഒരു ഹ്യൂമിഡിറ്റിയിൽ ഞാൻ അജ്രക്ക് വെയർ ചെയ്ത് നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഓൾമോസ്റ്റ് നമ്മളൊരു കോട്ടൺ ഫാബ്രിക്, പ്യുവർ കോട്ടൺ ഫാബ്രിക് ഇടുന്ന അത്ര തന്നെ എന്താ പറയുക, ചൂടെടുക്കാതെ നമുക്ക് നിൽക്കാൻ പറ്റും. സോ ലൈക്ക് പീക്ക് സമ്മറിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫാബ്രിക്കാണ് അജ്രക്. അത് നമുക്ക് ചുമ്മാ ഒരു അജ്രക്ക് കിട്ടിയിട്ട് കാര്യമില്ല, നമുക്കൊരു പ്യോർ മൊഡാൽ സിൽക്ക് അജ്രക്ക് തന്നെ നമുക്ക് കിട്ടിയാൽ മാത്രമാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. സോ അജ്രക് ഫാബ്രിക്സ് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ഇന്ന് കോമൺ ആയി, ബിക്കോസ് അത്രയും ഹൈലി ഡിമാൻഡ് ഉള്ള ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ കോമൺ ആയി നിങ്ങൾക്ക് അജ്രക് ഫാബ്രിക് അവൈലബിൾ ഉണ്ടാവും. പക്ഷെ അതിൽ പ്യോർ ഫാബ്രിക്, ഈവൻ ഇത്രയും ഫാബ്രിക്സ് യൂസ് ചെയ്ത് സെല്ല് ചെയ്ത് എനിക്ക് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്യുവർ അജ്രക്കും നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് റിപ്ലിക്കാസും തമ്മിൽ. ആൻഡ് ഒരുപാട് പ്രാവശ്യം ഇട്ട ഒരു ഫീലും ബ്ലോക്സിൻ്റെ ഒരു ഇതും വെച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒറിജിനൽ അജ്രക്ക് ഏതാണ്. ഞാൻ റീസെൻ്റ്ലി പർച്ചേസിന് പോയ സമയത്ത് ലൈക്ക് ഒരു 1 വീക്ക് ബിഫോർ പർച്ചേസിന് പോയ സമയത്ത് അവിടെ ഒരു ഷോപ്പിൽ ഒരു സാരി ഞാൻ കണ്ടായിരുന്നു. ഇറ്റ് വാസ് അറൗണ്ട്, സാരിയുടെ ഭംഗി കണ്ടിട്ട് ഞാൻ പോയി ആ സാരി തൊട്ട് നോക്കിയതാണ്. അപ്പോൾ ഫീൽ ചെയ്തപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൈസ് ചോദിച്ചപ്പോൾ 1000 റുപ്പീസ് എന്ന്. ഒരിക്കലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഒരു 1000 റുപ്പീസിന് ഒരു 6 മീറ്റർ സാരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 5.5 മീറ്റർ സാരി എന്ന് പറയുന്നത് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു ടൈമിൽ എനിക്ക് റിയലൈസ് ചെയ്തു അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളത്. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഒറിജിനൽ അല്ല, റിപ്ലിക്കയാണ്, സ്ക്രീൻ പ്രിൻറ്റിംഗ് ആണ്, നാച്ചുറൽ കളേഴ്സ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. അജ്രക്കുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഫാബ്രിക്കിൽ ഈ ബ്ലോക്സ് ചെയ്തിരിക്കുന്ന, സ്ക്രീൻ പ്രിൻറ്റിംഗ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ കാഞ്ചീപുരം സാരീസ്, ഹാൻഡ് വോവൻ കാഞ്ചീപുരം സാരീസ് ഉടുത്തവർക്ക്, ഫീൽ ചെയ്തവർക്ക് ശരിക്കും അറിയാം അതെന്താണെന്നുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ അജ്രക്സ്. അപ്പോൾ അജ്രക്സിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് മാർക്സ് ആൻഡ് ഇത് എല്ലാം അജ്രക് പൂരിന്ന് വന്നിട്ടുള്ള ഒറിജിനൽ അജ്രക്കാണ്, ഹാൻഡ് ബ്ലോക്ക് ആണ്, നാച്ചുറൽ ഡൈ ആണ്, പ്യോർ മൊഡാൽ ഫാബ്രിക് ആണ്. ഈ ഫാബ്രിക്സിലും കൗണ്ടും GSM അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിലും വ്യത്യാസം വരുമ്പോൾ റേറ്റിൽ വേരിയേഷൻ വരും. കുറച്ച് പ്രൈസ് കൂടിയാൽ എപ്പോഴും വിചാരിച്ചോളൂ എന്ന് പറഞ്ഞ് സജാസിൽ പ്രൈസ് കൂടുതലാണെന്നല്ല പറയുന്നത്. വി ആർ ഗിവിങ് ഇറ്റ് ഇൻ എ വെരി വെരി റീസണബിൾ പ്രൈസ്. 100% ഒത്തൻറ്റിക് ആയിട്ടുള്ള അജ്രക് ഫാബ്രിക് കൊടുക്കാവുന്നതിലും വെച്ച് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തന്നെയാണ് നമ്മൾ
കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ബാച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ഞാൻ തുറന്ന് ആദ്യത്തെ പീസ് എടുക്കുകയാണ്. ഇങ്ങോട്ട് ക്ലോസപ്പ് വന്നോ. അപ്പോൾ ഫസ്റ്റ് ഇതിൽ കുറച്ച് മാർക്സും കുത്തും കോമയും ഒക്കെ നിങ്ങൾ ചിലപ്പോൾ പ്രിൻസും ഒക്കെ കാണും. ഞാൻ ഈ റീസെൻ്റ്ലി ഒരു ക്രീം കളർ അജ്രക്ക് ഇട്ടായിരുന്നു. അന്നേരം എല്ലാവരും അതുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ അതിൽ കുറച്ച് കളേഴ്സ് ഇങ്ങനെ ഈ മടക്കി വെക്കുമ്പോൾ കളേഴ്സ് ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു. അത് കസ്റ്റമർ അത് അത്രയും വേണമെന്ന് പറഞ്ഞുള്ള കസ്റ്റമർ എടുത്തിട്ടുണ്ട്. ഞാനും അതെടുത്തു. ബിക്കോസ് എനിക്കത് ആ ഒരു പ്രിൻ്റ് തിരിച്ചു കൊടുക്കാനൊരു മനസ്സ് വന്നില്ല. നല്ല ഭംഗിയുണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് അജ്രക് പ്രിൻറ്റ്. ഇത് എവർ ഹിറ്റ് ആയിട്ടുള്ള അജ്രക് പ്രിൻ്റാണ്. ഇതിൻ്റെ തുണി ഒന്നും പറയാനില്ല. നിങ്ങൾ സൂം ചെയ്ത് കാണിച്ചേ. ഈ ഒരു മാർക്സ് ഒക്കെ കണ്ടോ നിങ്ങൾ? ഇത് ഒറിജിനലാണ്. ഒറിജിനലിനെ ഇങ്ങനെ മാർക്സ് വരുള്ളൂ. ഇതിൻ്റെ അടിയിൽ കണ്ടോ ഈ ഇതൊക്കെ ഒറിജിനലിൻ്റെ അടയാളങ്ങളാണ്. ഇതിൻ്റെ ഒറിജിനൽ ഫാബ്രിക്കിൻ്റെ സൈൻസ് ആണ് ഇങ്ങനെയുള്ള ചെറിയ അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഒറിജിനൽ എന്ന് തന്നെ പറയാം. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് പ്രിൻറ്റ്. ഇതൊരു എവർഗ്രീൻ പ്രിൻ്റാണ്. ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല ബിക്കോസ് നമുക്ക് ഡീറ്റെയിൽ ആയി വേറൊരു വീഡിയോ തന്നെ ചെയ്യാം. ചില്ലി റെഡിൽ വന്നിട്ടുണ്ട്, ബ്ലൂവിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇൻഹൗസിന് വേണ്ടി പ്രൊഡക്ഷൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. ഞാൻ ജസ്റ്റ് ന്യൂ കളേഴ്സ് ഏതാണെന്നറിയാം. ഞങ്ങളുടെ ഫാമിലി തന്നെ എല്ലാവരും അജ്രക്സാണ് ഇടുന്നത്. മെൻസിനാണെങ്കിൽ കുർത്ത, മെൻസിന് ഷർട്ട്, നമ്മുടെ ടീനേജ് ഗേൾസിന് നമുക്ക് ക്രോപ്പ് ടോപ്പ്, കോട്ട് സെറ്റ് ടൈപ്പ്, പെപ്ലം സ്റ്റൈലിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സോ ദിസ് ഈസ് എ ന്യൂ കളർ. ഈ കളർ നമ്മൾ അധികം കൊണ്ടുവന്നിട്ടില്ല. ഈ കളർ വിത്ത് ഈ പ്രിൻ്റ് ഇത് പുതിയ കളറാണേ. പിന്നെ ബ്ലാക്ക് ഒന്നും പറയാനില്ല. തുണി എനിക്കറിയില്ല എന്താ പറയുന്നത്. പട്ട് പോലെയാണ് ഈ തുണി ഇരിക്കുന്നത്. അത്ര അടിപൊളിയാണ്. എല്ലാത്തിനും ഞാൻ ഓരോന്ന് എടുക്കും. ഇനി ആരെന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ എടുക്കും. ആൻഡ് ഇത് ബ്ലൂ കാണിച്ചു ബ്ലൂ പോയി. ഇനി നമുക്ക് ഈ ബ്ലാക്ക് സൂപ്പർ ആട്ടോ. ബ്ലാക്ക് പ്രീമിയം ഫിനിഷ്. അതിന്റെ പ്രിന്റ് ഒന്ന് സൂം ചെയ്തേ. ഇനി വലിയ മോട്ടീഫ് വേണ്ട, ചെറിയ മോട്ടീഫ് വേണമെന്നുള്ളവർക്ക് കുഞ്ഞു മോട്ടീഫ്. ഈ കളർ ന്യൂ ആണേ. അജ്രക്ക് മെയിൻ ആയിട്ട് ഈ ഡാർക്ക് വയലറ്റ് ഇങ്ങനെയുള്ള കളേഴ്സിലൊന്നും വരാറില്ല. ബിക്കോസ് ഇതെല്ലാം നാച്ചുറൽ കളേഴ്സിലാണ് വരുന്നത്. അപ്പോൾ അതിനെ ഒന്ന് അവരെന്തൊക്കെയോ ചെയ്തിട്ട് കളേഴ്സ് മിക്സ് ചെയ്തൊക്കെ വരുന്നതാണ്. സോ ദിസ് ഇസ് ലൈക്ക് ബ്രിക്കല്ല, പീച്ചാണ്. ആക്ച്വലി ഇതൊരു പീച്ച് വിത്ത് എ ബ്ലൂ കളർ കോമ്പിനേഷൻ. എനിക്കൊരു ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിടുമ്പോൾ എല്ലാവരും നല്ലതെന്ന് പറയും. അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം കൊണ്ടുവന്നതാണ്. ഓക്കെ, ആൻഡ് അടിപൊളി കളറാണ്. ഇടുമ്പോൾ നല്ലതാട്ടോ. അതിൻ്റെ തന്നെ റെഡ്, ബ്ലൂ, പീച്ച്, മെറൂൺ, ബ്ലാക്ക്. ഇനി എനിക്ക് വൈറ്റ് വന്നില്ലല്ലോ. യെസ്, വൈറ്റ് വന്നിട്ടുണ്ട്. വൈറ്റ് വിത്ത് ബ്ലൂ. നമ്മൾ വൈറ്റിൽ റെഡ് കൊണ്ടുവന്നില്ല. ഓക്കെ ദെൻ ഇതൊക്കെ അടിപൊളി കളേഴ്സ്, ചോക്ലേറ്റ് കളേഴ്സ്. എല്ലാ പ്രിന്റും ഞാൻ കാണിക്കുന്നില്ല ബിക്കോസ് വി ഹാവ് എ ലോട്ട് ഓഫ് പ്രിന്റ്സ്. ഞാനിത് ഇങ്ങനെ ചെയ്തു പോയ ഈ വീഡിയോ ഒരിക്കലും തീരത്തില്ല. ഇതൊക്കെ പുതിയ കളേഴ്സ് ആണ്. ഇതാ ഗ്രീൻ ഉണ്ട് കേട്ടോ. ലോട്ടസ് പ്രിന്റ് വന്നിട്ടുണ്ട്, ഗ്രീൻ വന്നിട്ടുണ്ട്. ഓണം തീമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതാണ്. പുതിയ പ്രിന്റ്സ്, പുതിയ കളേഴ്സ്. ആൻഡ് പ്ലീസ് നിങ്ങൾ ഇത് തീരുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ മെയിൻ കളേഴ്സ് നിങ്ങൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റണ്ണിങ് ഫാബ്രിക്സ് കളക്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ടൈം കിട്ടുന്ന പോലെ സ്റ്റിച്ച് ചെയ്യാം. ആൻഡ് ഓണത്തിൻ്റെ നമ്മൾ തകൃതിയായി സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹാൻഡ് വർക്ക്സ് നടക്കുന്നുണ്ട്. സോ ഹാൻഡ് വർക്ക്സ് ഇപ്പം കാണിക്കേണ്ട, വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അജ്രക്സിലും നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്തിടാം. അപ്പോൾ ഇനി തൊട്ട് നാളെ തൊട്ടുള്ള വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ കഫ്താൻസ് ഒക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. കഫ്താൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെഡിമെയ്ഡ് കഫ്താൻസ് എടുത്താൽ ഈ ഒരു പെർഫെക്ഷൻ ഒരിക്കലും കിട്ടത്തില്ല. ബിക്കോസ് അത് നമ്മുടെ മെഷർമെൻറ്റിലല്ല, അതൊരു കഫ്താൻ മീൻസ് നമുക്ക് ആ ഒരു ഷേപ്പും ആ ഒരു ലെങ്ത്തും ഫോളോ ചെയ്യുന്നതിലാണ് കാര്യം. ഫിറ്റിങ്ങും സ്റ്റിച്ചിങ്ങും ഇതിനാകുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്ലിപ്പ് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ വെയർ ചെയ്യാം. സോ ബെറ്റർ എപ്പോഴും വരിക, ഡയറക്റ്റ് വരിക,
മെഷർമെൻറ്റ്സ് എടുക്കുക, നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പോവുക. റെഡിമെയ്ഡ് ഇട്ട ഒരാളെ കാണുമ്പോഴും ഒരു കഫ്താൻ നമ്മുടെ ഓൺ സൈസിൽ ക്രിയേറ്റ് ചെയ്ത കഫ്താനും തമ്മിൽ ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് തന്നെ ഉണ്ട്. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട് വെരി സൂൺ. ഇന്ന് തന്നെ ഞാനൊരു കഫ്താൻ പ്രൊഡക്ഷനിൽ കയറ്റും. പറ്റുകയാണെങ്കിൽ നാളെ രാവിലെ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു ആൾ. താങ്ക്സ് ഫോർ വാച്ചിങ് സജാസ്.